വ്യക്തമായ തെളിവുകൾ പുറത്തുവിട്ടാണെന്ന് സേനാ മേധാവിമാർ വാർത്താസമ്മേളനം വിളിച്ചത്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ ശ്രീ മോഹൻ വർഗീസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് സേന. കറാച്ചിയിലെ വ്യോമത്താവളത്തിലും ആക്രമണം നടത്തി എന്നുള്ളതും ചൈനയുടെയും തുർക്കിയുടെയും അടക്കം പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത രീതിയും നൂർഖാൻ എയർബേസ് ആക്രമിച്ച ദൃശ്യങ്ങളും അടക്കം പുറത്തുവിടുമ്പോൾ എത്ര കരുത്തോടെയാണ് നമ്മുടെ സേന ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നുള്ളതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയല്ലേ? തീർച്ചയായും കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. ആധികാരികമായ തെളിവുകൾ ചിത്രങ്ങളുടെ സഹായത്തോടുകൂടി ഇന്ത്യയുടെ സായുധ സേനയുടെ വക്താക്കൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് പാകിസ്ഥാനിലെ വിവിധ ഇടങ്ങളിൽ 9ഓളം ഇടങ്ങളിൽ നടത്തിയ അതിശക്തമായ വ്യോമ ആക്രമണങ്ങൾ, അവിടെല്ലാം നശിച്ചത് എയർഫീൽഡുകളാണ്. അപ്പോൾ ആദ്യ റൗണ്ടിൽ തീവ്രവാദ കേന്ദ്രങ്ങളെ നോക്കിയാണ് ആക്രമണം നടന്നതെങ്കിൽ പിന്നീട് സംഭവിച്ച ആക്രമണങ്ങളെല്ലാം തന്നെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ, റൈഡാറുകൾക്ക് നേരെ ഒക്കെയാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് കറാച്ചി തുറമുഖ നഗരം. ആ തുറമുഖ നഗരത്തിലെ എയർഫീൽഡിന് നേരെ നടന്ന ആക്രമണത്തിന് സ്ഥിരീകരണം വന്നിരിക്കുന്നു. അതുകൊണ്ട് സർവതോമുഖമായ ആക്രമണം, കര, വ്യോമ, നാവിക സേനകളുടെ സംയുക്തമായ ആക്രമണം സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ കടലിൽ നിന്നും കുതിച്ചുയർന്ന വിമാനങ്ങൾ ഉൾപ്പെടെ ആക്രമണങ്ങളിൽ മിസൈലുകൾ അയച്ചു പങ്കെടുത്തിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതേക്കുറിച്ചുള്ള സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല എങ്കിൽ പോലും കറാച്ചി ദക്ഷിണ നഗരമാണ്, സിന്ധിന്റെ തലസ്ഥാനമാണ്. അവിടെ ഉൾപ്പെടെ ആക്രമണം വ്യാപിച്ചു എന്ന് പറയുമ്പോൾ നേരത്തെ കണക്ക് കൂട്ടിയിരുന്നതിനേക്കാൾ ലാർജ്, ബ്രോഡ്, വൈഡർ സ്കെയിലിലാണ് ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ സ്ഥിരീകരണമാണ് ആർമിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, ഇനിയുള്ള കാലത്തെ ഭീകരാക്രമണത്തെ യുദ്ധമായി തന്നെ പരിഗണിച്ചുകൊണ്ട് എനി ആക്ട് ഓഫ് ടെറർ ഈസ് കൺസിഡേർഡ് ആസ് എൻ ആക്ട് ഓഫ് വാർ. അതുകൊണ്ട് അതിനെ യുദ്ധമായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് ശക്തമായി പ്രതികരിക്കും എന്ന ദൃഢനിശ്ചയം, ഇന്ത്യയുടെ നിശ്ചയം സായുധ സേനകളുടെ വക്താക്കളുടെ ഭാഗത്ത് നിന്ന് DGMO തലത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. അതാണ് വളരെ കൃത്യമായി തന്നെ സേനാ മേധാവികൾ, നന്ദി ശ്രീ മോഹൻ വർഗീസ്, സേനാ മേധാവികൾ പറഞ്ഞു വെച്ചത് ഇത് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. നൂർഖാൻ എയർബേസ് അടക്കം ആക്രമിച്ചത്, കറാച്ചിയിലെ ആക്രമണം എന്ന് പറഞ്ഞാൽ എത്ര കൃത്യതയോടുകൂടിയാണ് ഈ വിഷയങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്തത്. അതായത് വളരെ വ്യക്തമായി തന്നെ ആത്മവിശ്വാസത്തോടെ നമ്മുടെ സേനാ മേധാവിമാർ പറയുകയാണ്, എന്ത് തരത്തിലുള്ള ആയുധങ്ങൾ നിങ്ങൾ പ്രയോഗിച്ചാലും, എത്ര അത്യന്താധുനിക സംവിധാനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ഞങ്ങൾ സജ്ജരാണ് എന്നുള്ളത്. ഇനിയും ഞങ്ങൾ വിശ്രമിക്കില്ല. ഞങ്ങളുടെ 3 വിഭാഗങ്ങളും വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ സേനാ മേധാവിമാരുടെ ആത്മവിശ്വാസം അത്ര വലുതാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനിയും വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടായേക്കാം. നമുക്കറിയാം, ഇന്ന് വൈകിട്ട് DGMOമാരുടെ യോഗം ചേരുന്നുണ്ട്. ഓൺലൈൻ വഴിയാകും ആ യോഗം ചേരുക എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ കുറച്ചുകൂടി കാര്യമായ ചർച്ചകൾ ഉണ്ടാകും. അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഒരുപക്ഷെ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇനിയും ഇത്തരം ആക്രമണങ്ങൾ, ഭീകരവാദ ആക്രമണങ്ങളൊക്കെ നടത്തിയാൽ അതിനെ യുദ്ധമായി കണക്കാക്കുമെന്ന് പറയുന്നത്, ഏത് നിമിഷവും എവിടെയും കയറി അടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നത് ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. അവരുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. On its runway, and you can see the pinpoint accuracy of our weapons. In fact, 2 of them. This is the strike on the Nurkhan Air Base, and you can see the effect. I'm sure most of you have seen the video. I have also picked it up from your sources only. And this is ഇതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി നൽകാനുള്ളത്. ഏതായാലും സംയുക്ത വാർത്താ സമ്മേളനമാണ് ഇന്നുണ്ടായത്. 5 മണിക്കാണ് DGMOമാരുടെ, പാകിസ്ഥാൻ ഇന്ത്യ DGMOമാരുടെ ചർച്ച വച്ചിരിക്കുന്നത്. അതിലും സുപ്രധാനമായ ചില തീരുമാനങ്ങളും ചില നിലപാടുകളും ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളും പങ്കുവെക്കും.